ഇസ്രയേലിൽ നിന്ന് സന്തോഷ് എന്ന ഒരു മലയാളി കൂടി ചേരുകയാണ്. ഇസ്രയേലിലെ അവസ്ഥ നമുക്ക് തത്സമയം അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സന്തോഷ് ഇപ്പോൾ ഏത് ഭാഗത്താണുള്ളത്? അവിടെ കൂടുതൽ മലയാളികളൊക്കെ ഉണ്ടോ? ഉണ്ട്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഇസ്രായേലിൽ നദാനിയയ്ക്ക് അടുത്ത് പർത്തബ എന്ന ഏരിയയിലാണ്. ഞങ്ങൾ അഗ്രികൾച്ചർ ജോലിയിലാണുള്ളത്. എൻ്റെ പേര് സന്തോഷ് കൊച്ചുമുറി എന്നാണ്. എൻ്റെ കൂടെ 90ഓളം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ നിലവിൽ സേഫ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ഏരിയയിൽ സൈറണൊക്കെ മുഴങ്ങുന്നുണ്ട്. പക്ഷേ നിലവിൽ വിഷയങ്ങളൊന്നുമില്ല. എല്ലാ മിസൈലുകളും ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. എത്ര പേരുണ്ട് കൂടെ? എൻ്റെ കൂടെ 90ഓളം മലയാളികളുണ്ട്. 120 ഇന്ത്യക്കാരുണ്ട് കൂടെ. ഞങ്ങളെല്ലാവരും സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൂടാണ്ട് തായ്ലൻഡ്, മലാവി, ശ്രീലങ്ക, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ട്. സൈറൻ എപ്പോഴാണ് അവസാനമായി മുഴങ്ങിയത്? അവസാനമായിട്ടൊരു 15 മിനിറ്റ് മുമ്പ് സൈറൺ മുഴങ്ങി. സൈറൺ മുഴങ്ങുമ്പോൾ ഞങ്ങളെല്ലാവരും ബങ്കറുകളുണ്ട്, ബങ്കറുകളിലേക്ക് മാറും. വേറെ വിഷയങ്ങളൊന്നുമില്ല. സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇസ്രായേൽ സർക്കാർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷയങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നു. ആശങ്കയുള്ള ആളുകളൊക്കെ ഉണ്ടോ കൂട്ടത്തിൽ? ആദ്യമായിട്ട് വന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്, ആശങ്കയുള്ളവരുണ്ട്. പക്ഷേ ആശങ്കപ്പെടാനൊന്നുമില്ല. ഞങ്ങളുടെ സർക്കാർ, ഇസ്രായേൽ സർക്കാർ ഞങ്ങളെ ആ രീതിയിലാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. നാട്ടിലൊക്കെ വിളിച്ചോ? നാട്ടിലൊക്കെ വിളിച്ചു. നാട്ടിലൊക്കെ അവരെല്ലാവരും ന്യൂസിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം അവർ കാണുന്നത് ഇസ്രായേൽ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് അവർക്കാണ് പേടി. ഞങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. നമ്മളാരെയും പേടിപ്പിക്കുന്ന കാര്യങ്ങളില്ല. താങ്കളൊക്കെ നൽകുന്ന റിപ്പോർട്ടുകളാണല്ലോ നമ്മൾ നാട്ടിലേക്ക് അറിയിക്കേണ്ടത്. അപ്പോൾ ഈ നമുക്ക് ബാക്കിയുള്ള മലയാളികളൊക്കെ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ആണോ? അതെ, എല്ലാവരും എപ്പോഴും മൊബൈലും സംവിധാനം എല്ലാം ഉണ്ട്, നെറ്റ്വർക്ക് എല്ലാം ഉണ്ട്. അതുകൊണ്ട് എല്ലാവരെയും കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ റെഡ് അലേർട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. എന്തെങ്കിലും മിസൈലോ വല്ലതും വരികയാണെങ്കിൽ 10 മിനിറ്റ് മുമ്പേ തന്നെ ഞങ്ങൾക്ക് അലാം വരും. ആ സമയത്തിനുള്ളിൽ 10 മിനിറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ടൈം. ആ സമയത്തിനുള്ളിൽ സേഫ്റ്റി ബങ്കറിലോട്ട് മാറിയാൽ മതി. അതായത് ബങ്കറൊക്കെ മറ്റ് ക്രമീകരണങ്ങൾ എല്ലായിടവും കാണുമല്ലോ ഏകദേശം. കാരണം മുൻപും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്ന സമയമൊക്കെ ഉണ്ടല്ലോ. അന്നും താങ്കൾ അവിടെ സന്തോഷ് ജോലി ചെയ്ത സമയമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള അതിന് ശേഷം കുറച്ചുകൂടി ഞാനിവിടെ വന്നിട്ട് 2 വർഷമായിട്ട് ഞാൻ അഗ്രികൾച്ചർ ജോലിയിലാണ് ഉള്ളത്. അപ്പൊ അത് കൂടാണ്ട് ധാരാളം കെയർ ഗീവർമാരുണ്ട് ഇവിടെ. 36,000 കെയർ ഗീവർ സെക്ടറിൽ ആൾക്കാരുണ്ട്. 1000-നടുത്ത് അഗ്രികൾച്ചർ സെക്ടറിൽ വർക്കേഴ്സ് ഉണ്ട്. ഇപ്പം നിരവധി കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ട് വർക്കേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ജനറൽ വിസ, സൂപ്പർ മാർക്കറ്റ് വിസയിലോട്ടൊക്കെ വന്നിട്ട് ഇപ്പോഴും ആളുകൾ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം ചെറിയ പേടിയുണ്ടാകും. കാരണം അവരെല്ലാവരും ഫസ്റ്റ് ടൈമാണ്. പക്ഷെ ഞങ്ങൾ വന്ന സമയത്താണ് 2023 ഒക്ടോബർ 7-ാം തീയതി ഇവിടെ ഒരു കിബുട്സിൽ ആക്രമണം ഉണ്ടായത്. ആ സമയത്ത് ഉണ്ടായപ്പോൾ അതിനുശേഷം ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും സേഫായിട്ടും എല്ലാം ഇരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം 2 വർഷമായിട്ട് യുദ്ധങ്ങളും ഒന്നുമില്ല. 2 വർഷം ഇസ്രായേൽ സർക്കാർ നന്നായിട്ട് യുദ്ധം ചെയ്തു. അത് ഇസ്രായേൽ ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ കുഴപ്പങ്ങളൊന്നുമില്ല. ഇറാന്റെ ഭാഗത്ത് നിന്ന് 2 തവണ ഒരു അറ്റാക്ക് ഉണ്ടായി, മിസൈൽ ഉണ്ടായി പറയുന്നു. അങ്ങനെ എന്തെങ്കിലും വാർത്തകൾ കേട്ടോ? ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പം കൂടുതലും ഹൈഫ, ടെല്ലവീവ് എന്ന ഒരു ഏരിയയിലാണ് മിസൈൽ വരുന്നത്. അതെല്ലാം ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ സർക്കാരിന് കഴിയുന്നുണ്ട്. അയൺ ഡോം, ലേസർ ബീം, അയൺ ബീം എല്ലാം വെച്ചിട്ട് ഇസ്രായേൽ സർക്കാർ അതെല്ലാം ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്.